ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജാനുവരി 15-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തമിഴ് കമ്മ്യൂണിറ്റി ഇൻ ശ്രീലങ്ക സെലിബ്രേറ്റ്സ് തായ് പൊങ്കൽ വിത്ത് ഫെർവർ. അപ്പോൾ തമിഴ് കമ്മ്യൂണിറ്റി ഇൻ ശ്രീലങ്ക തായ് പൊങ്കൽ, ഈ പൊങ്കൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. തമിഴ് കമ്മ്യൂണിറ്റി ഇൻ ശ്രീലങ്ക ഈസ് സെലിബ്രേറ്റിംഗ് തായ് പൊങ്കൽ വിത്ത് ഫെർവർ ആൻഡ് ഗെയ്റ്റി. Observed at the start of the Tamil month Thai, Pongal is a multi-day harvest festival dedicated to sun god. The festival is named after the ceremonial Pongal, which means to boil, overflow, and refers to traditional dish prepared from the new harvest of rice boiled in milk with jaggery. അതാണ് അതിൻ്റെ പൊങ്കലിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗാൻ എങ്കായ് ഫെസ്റ്റിവൽ കൊമമറേറ്റ്സ് എൻഡ് ഓഫ് എ ഹാർവെസ്റ്റ് സീസൺ ഇൻ മണിപ്പൂർ. അപ്പോൾ ഹാർവെസ്റ്റ് സീസണൊക്കെ എൻഡ് ചെയ്തു മണിപ്പൂരിൽ. അപ്പോൾ അതിൻ്റെ ആ ഫെസ്റ്റിവലായ ഗാൻ നങ്കായ് ഫെസ്റ്റിവൽ കൊമമറേറ്റ് ചെയ്തു, നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് മണിപ്പൂരിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ ഗാൻ നങ്കായ് ഫെസ്റ്റിവൽ കൊമമറേറ്റിംഗ് ദ എൻഡ് ഓഫ് ഹാർവെസ്റ്റ് സീസൺ ബൈ ദ Kabul or Rongmei Naga community is being celebrated in Manipur today. Chief Minister Nongtombam Biren Singh along with ministers Awangbao Neumai, Minister of Water Resource, and MLA Sapam Kunjakeshore, Hill Area Committee Chairman D. Gangmai, MLA J. Panmel attended the state level Gan Nangai 2025 held in സഗോൾബഞ്ച് റാംജി. അപ്പോൾ ഇത് നെയിംസ് ഒക്കെ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ പേര് ഓർത്തിരുന്നാൽ മതി. മണിപ്പൂരിൻ്റെ ഫെസ്റ്റിവലായ ഗാൻ നങ്കായ് കൊമമറേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബ്ലൂ ഒറിജിൻ ടു ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് ഓർബിറ്റൽ റോക്കറ്റ് ന്യൂ ഗ്ലാൻ. അപ്പോൾ ബ്ലൂ ഒറിജിൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അവരുടെ ഫസ്റ്റ് ഓർബിറ്റൽ റോക്കറ്റ് ന്യൂ ഗ്ലാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. Amazon founder Jeff Bezos' company Blue Origin will launch its first orbital rocket, New Glenn, on 10th January from Launch Complex 36 at Cape Canaveral Space Force Station, Florida. New Glenn will carry a payload, Blue Ring Pathfinder, which will test key systems for Defense Innovation Unit's Orbital Logistics Program. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ജെഫ് ബെസോസിൻ്റെ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. അവർ ഫസ്റ്റ് ഓർബിറ്റൽ റോക്കറ്റ് ന്യൂ ഗ്ലെൻ എന്നുള്ള പേരിലുള്ള ആ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് ടാറ്റ ഡിജിറ്റൽ ടു ലോഞ്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫറിംഗ്സ് ഓൺ ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം. അപ്പോൾ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ടാറ്റ ഡിജിറ്റലായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫറിംഗ് ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, എ പ്രോമിനൻറ്റ് ഡിജിറ്റൽ ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഹാസ് അനൗൺസ്ഡ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിത്ത് ടാറ്റ ഡിജിറ്റൽ ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫറിംഗ്സ് ത്രൂ ദ ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം. This collaboration marks a significant step in Suryoday Small Finance Bank's mission to revolutionize customer experiences through digital innovation. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ടാറ്റ ഡിജിറ്റലായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിൽ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫറിങ്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് റിവൈസസ് SB സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് റേറ്റ്സ്, ഇൻട്രൊഡ്യൂസസ് ന്യൂ സ്ലാബ്സ്. അപ്പോൾ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അവരുടെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് റേറ്റ്സ് ഒക്കെ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. പുതിയ സ്ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് 2 new slabs for savings bank deposit holders. Balances above 10 lakh rupees and up to 25 lakh rupees and 25 lakh rupees to 1 crore rupees earn interest of 7% and 7.25% respectively. അപ്പോൾ 10 lakh to 25 lakh വരെ 7%, അതേപോലെ 25 to 1 crore 7.25% ആയിരിക്കും. പിന്നെ ബാലൻസസ് അപ് ടു 1 lakh rupees വിൽ കണ്ടിന്യൂ ടു ഏൺ ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 3%.
അപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള ബാലൻസ് ആണെങ്കിൽ 3% ആയിരിക്കും ഇൻട്രസ്റ്റ്. വൈൽ ദ എക്സ്റ്റെൻഡഡ് സ്ലാബ് ഫോർ ബാലൻസസ് ബിറ്റ്വീൻ 1 lakh and 10 lakh rupees will provide an interest of 5%. 5% ആയിരിക്കും 1 lakh and 10 lakhൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്നതിന് ഉണ്ടായിരിക്കുക 5% ആയിരിക്കും. പിന്നെ ഫോർ ബാലൻസസ് എബൌട്ട് 25 crore 25 കോടി രൂപയുടെ മുകളിലുള്ള ബാലൻസിന് എക്സിസ്റ്റിംഗ് റേറ്റ് ഓഫ് 7.8% ആണ്. അത് അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അത് മാറാനൊന്നും പോകുന്നില്ല, സെയിം റേറ്റിൽ തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SEBI gives nod to JSW Cements 4,000 crore rupees IPO after 4-month hold up. അപ്പോൾ സെബി JSW സിമെൻസിന് ഒരു അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. 4,000 crore rupees IPOൻ്റെ അപ്രൂവൽ ആഫ്റ്റർ 4 months ആയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ഇന്ത്യാസ് മാർക്കറ്റ് റെഗുലേറ്റർ ഹാസ് അപ്രൂവ്ഡ് JSW സിമെൻസ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് 4 months after it put the IPO on hold for reasons it did not disclose. The cement making arm of the Steel to Energy JSW Group filed for an IPO worth 4,000 crore rupees in September, aiming to capitalize on the country's booming stock market and long-term demand growth expectations. അപ്പോൾ ഗ്രോത്ത് ഒക്കെ ആ ഒരു രീതിയിൽ കണക്കെടുത്തിട്ട് ആണ് സെപ്റ്റംബറിൽ അപേക്ഷിച്ചത്. സോ അത് ഹോൾഡിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സെബി അതിന് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മനീഷ പാണ്ഡേസ് ബുക്ക് റിവീൽസ് മിഡിൽ ക്ലാസ് ഇന്ത്യ ആസ് എ ഡ്രൈവർ ഓഫ് ചേഞ്ച്. അപ്പോൾ മനീഷ പാണ്ഡേയുടെ ബുക്ക് റിവീൽസ് മിഡിൽ ക്ലാസ് ഇന്ത്യ ഡ്രൈവർ ഓഫ് ചേഞ്ച് ആയിട്ട് റിവീൽ ചെയ്തിരിക്കുകയാണ്. സോ മിഡിൽ ക്ലാസ് ഇന്ത്യ ആസ് എ ഡ്രൈവർ ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ബുക്ക് ഇപ്പോൾ മനീഷ പാണ്ഡേയുടെ റിവീൽ ആയിരിക്കുകയാണ്, ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ജേർണലിസ്റ്റ് മനീഷ പാണ്ഡേസ് ബുക്ക് മിഡിൽ ക്ലാസ് ഇന്ത്യ ഡ്രൈവിംഗ് ചേഞ്ച് in the 21st century is an excellent companion to have by your side while exploring these questions. It is divided into 3 parts. Part 1 looks at middle class in pre-independence India, focusing on the period from 1757 to 1947. Part 2 concerns itself with the time frame between India freed itself from clutches of British colonial rule in 1947 to economic liberalization in 1991. Part 3 is about the post-liberalization scenario from 1991 until the present day. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. MNRE issues operational guidelines for implementation of various components under Prime Minister Surya Ghar Muft Bijli Yojana. അപ്പോൾ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് കോമ്പണൻസ് അണ്ടർ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഫുള്ളായിട്ട് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ മിനിസ്റ്റർ ഫോർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ശ്രീ പീയൂഷ് ഗോയൽ ലോഞ്ചസ് നാഷണൽ ടർമറിക് ബോർഡ്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഫോർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആയ പീയൂഷ് ഗോയൽ നാഷണൽ ടർമറിക് ബോർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടർമറിക് എന്ന് വെച്ചാൽ മഞ്ഞൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കോൾ ഇമ്പോർട്ട്സ് ഡ്രോപ്പ് ബൈ 3.1% ഡ്യൂറിങ് ഏപ്രിൽ ടു ഒക്ടോബർ 2024. അപ്പോൾ കോളിൻ്റെ ഇമ്പോർട്ട് 3.1% ഡ്രോപ്പ് ആയിരിക്കുകയാണ് ഡ്യൂറിങ് ഏപ്രിൽ ടു ഒക്ടോബർ 2024. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IRDAI വൈഡൻ സ്കോപ്പ് ഓഫ് സാൻഡ് ബോക്സ് ഫ്രെയിംവർക്ക് ടു എൻകറേജ് ഇന്നോവേഷൻ. അപ്പോൾ IRDAI വൈഡൻ ചെയ്തിരിക്കുകയാണ് സ്കോപ്പ് ഓഫ് സാൻഡ് ബോക്സ് ഫ്രെയിംവർക്ക് ടു എൻകറേജ് ഇന്നോവേഷൻ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഏഞ്ചൽ 1 നെയിംസ് അംബരീഷ് കെങ്കെ ആസ് ഗ്രൂപ്പ് CEO. അപ്പോൾ ഏഞ്ചൽ 1 എന്ന് പറയുന്ന കമ്പനി സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്. അവർ അംബരീഷ് കെങ്കെ ഗ്രൂപ്പ് CEO ആയിട്ട്
നെയിം ചെയ്തിരിക്കുകയാണ്, അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.